പലപ്പോഴും നമ്മൾ കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്കെന്താ അവളെപ്പോലെ ആയാൽ, അല്ലെങ്കിൽ നിനക്കെന്താ അവളെപ്പോലെ ബിഹേവ് ചെയ്താൽ ആ ഒരു പേഴ്സണാലിറ്റി നീ കണ്ടുപഠിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സത്യത്തിൽ ഈ ഒരു ചോദ്യത്തിന് എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ എന്ന് നമുക്ക് ആദ്യമൊന്ന് നോക്കാം. ഒരാളുടെ പേഴ്സണാലിറ്റിയെ രൂപീകരിക്കുന്നതിൽ പ്രധാനമായും പങ്കുവഹിക്കുന്ന രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് നേച്ചർ ആൻഡ് നർച്ചറാണ്. നേച്ചർ എന്ന് വെച്ചാൽ ഹെറിഡിറ്ററി വഴി നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ, പേഴ്സണാലിറ്റി ട്രേറ്റ്സ് തുടങ്ങിയവയാണ്. നർച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, പിയർ ഗ്രൂപ്പ്സ്, ഫാമിലി സിറ്റുവേഷൻ, സോഷ്യൽ സർക്കിൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നർച്ചർ എന്ന വിഭാഗത്തിലാണ് വരുന്നത്. ഈ രണ്ട് ഫാക്ടേഴ്സാണ് ഒരാളുടെ പേഴ്സണാലിറ്റിയെ രൂപീകരിക്കുന്നത്. ചില കേസുകൾ, എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടാവാം, അതായത് ഇതിലൊന്നിലും പെടാത്ത രീതിയിൽ ബിഹേവ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവാം. അതായത് ചില ഡാർക്ക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് കാണിക്കുന്ന കുട്ടികളും ഉണ്ടാവാം, ഇല്ലെന്നല്ല. പക്ഷേ മോസ്റ്റ് ഓഫ് ദി കേസസ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരാളുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി രൂപീകരിച്ചെടുക്കുന്നത് ഈ രണ്ട് ഫാക്ടേഴ്സാണ്. അപ്പോൾ അവരോട് നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അവരുടെ നേച്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ഇൻഹെറിറ്റൻസ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ, നമ്മൾ വഴി അവർക്ക് കിട്ടുന്ന, ജനറ്റിക്കായി അവർക്ക് പകർന്നു കൊടുക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ സാഹചര്യം, അവരുടെ നർച്ചർ, അവരുടെ എൻവയോൺമെൻറ്റ് എങ്ങനെയാണ്. ഈ രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് മാത്രമേ നമ്മൾ അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് എത്താൻ പാടുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.